നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിഭൂതി തിരുനാൾ ആഘോഷിച്ചു. കേരളത്തിലെ വർദ്ധിച്ച ലഹരി ഉപയോഗം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുപോലെ കുറ്റക്കാരെന്ന് സന്ദീപ് വാര്യർ. വാടാനപ്പള്ളി കർഷക കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. വിശദമായ വാർത്ത. അനുതാപത്തിന്റെയും ഉപവാസത്തിന്റെയും പാപപരിഹാരത്തിന്റെയും പാതകളിലൂടെ തങ്ങളെ തന്നെ ഒരുക്കിയെടുക്കുന്നതിന്റെ ഭാഗമായി തീരദേശത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിഭൂതി തിരുനാൾ ആഘോഷിച്ചു. 525 വർഷത്തെ പാരമ്പര്യമുള്ള വലപ്പാട് വിശുദ്ധ സെബാസ്റ്റ്യൂസിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ വികാരി ഫാദർ ജെൻസ് തട്ടിൽ വിഭൂതി തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങും എന്ന ബൈബിൾ വചനം ഉരുട്ടുകൊണ്ട് വിശ്വാസികൾ തങ്ങളുടെ നെറ്റിയിൽ ചാരം പൂശി. ഇനി തുടർന്നുള്ള 50 ദിനരാത്രങ്ങൾ നോമ്പിന്റെയും ഉപവാസത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും നാളുകളായി വിശ്വാസികൾ ആചരിക്കും. കഴിഞ്ഞ ഓശാന തിരുനാളിന് വീടുകളിലേക്ക് നൽകിയ കുരുത്തോലകളാണ് ഈ വർഷം കരിച്ച് കരിക്കുറിക്ക് വേണ്ടി ചാരം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്. ഈസ്റ്ററിനോടനുബന്ധിച്ച് ക്രൈസ്തവർ തിങ്കളാഴ്ച മുതൽ 50 നോമ്പ് ആചരണത്തിന് തുടക്കം കുറിച്ചു. വിഭൂതി ആചരിച്ച് നെറ്റിയിൽ ചാരം പൂശി പള്ളികളിൽ പ്രത്യേക ചടങ്ങുകളുണ്ടായി. തൃപ്രയാർ താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ വിഭൂതിയുടെ തിരുകർമ്മങ്ങളും വിശുദ്ധ കുർബാനയും നടന്നു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ടെഡ്സ് കുന്നംപള്ളി നേതൃത്വം നൽകി. കേരളത്തിലെ വർദ്ധിച്ച ലഹരി ഉപയോഗം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുപോലെ കുറ്റക്കാരെന്ന് സന്ദീപ് വാര്യർ. വലപ്പാട് മണ്ഡലത്തിലെ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക സമരസതയിൽ വിശ്വസിക്കുന്ന, സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു മഹാത്മാഗാന്ധിജി. അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾ പരിശുദ്ധമായ നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ 1-ാം ദിവസമാണ്. നമ്മുടെ രാജ്യത്ത് ഉടനീളം ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നു. ഈ പരിപാടിക്ക് തൊട്ടു മുൻപായി ഇസ്ലാം മതവിശ്വാസികൾക്ക് നോമ്പ് അനുഷ്ഠിക്കാനുള്ള സൗകര്യം കൂടി ഇവിടുത്തെ കോൺഗ്രസ് നോമ്പ് മുറിക്കുന്നത് അതിന് വേണ്ട സൗകര്യങ്ങൾ കൂടി ഇവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കാൻ ശ്രദ്ധ കാണിച്ചതിൽ കഴിമ്പ്രം 17-ാം വാർഡിൽ ഷിബു നെടിയിരിപ്പിലിന്റെ വസതിയിൽ വെച്ചാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടന്നത്. 17-ാം വാർഡിലെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പരമ്പരാഗത തൊപ്പി നൽകിയും വലമാലയായും നൽകി സന്ദീപ് വാര്യരെ സ്വീകരിച്ചു. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K ദിലീപ് കുമാർ, ആറ്റുപറമ്പത്ത് നൌഷാദ്, സുനിൽ ലാലൂർ, ശോഭ സുബിൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് CV വികാസ്, ജനറൽ സെക്രട്ടറി MM ഇക്ബാൽ, ഷിബ പ്രദീപ്, ഷിബു നെടിയിരിപ്പിൽ, സുമേഷ് പാനാട്ടിൽ, KH കബീർ, ജിത്ത് പൊയ്യാറ, ബിനോയ് ലാൽ, അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, സുജിൻ കരിപ്പായി, സജിത്രൻ തയ്യിൽ, ഡേവിസ് വാഴപ്പള്ളി എന്നിവർ സംസാരിച്ചു. കുഞ്ഞുനാളിലെ ആയോധന കലയെ കൂടെ കൂട്ടിയ കോളേജ് വിദ്യാർത്ഥിനിക്ക് അഖിലേന്ത്യാ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല തിളക്കം. കയ്പമംഗലം ചളിങ്ങാട് താനത്തുപറമ്പിൽ ജലീൽ മുന്താസ് ദമ്പതികളുടെ മകളും പി വെമ്പല്ലൂർ അസ്മാബി കോളേജിലെ BSc ഫിസിക്സ് 3-ാം വർഷ വിദ്യാർത്ഥിനിയുമായ സാലിഹയാണ് ഉത്തർപ്രദേശ് ബറേലിയയിലെ MJPR യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 66 കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി നാടിന് അഭിമാന താരമായി മാറിയത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 8 മുതൽ 22 വരെയായിരുന്നു മത്സരം. ആത്മവിശ്വാസവും കഠിന പ്രയത്നവും പാരമ്പര്യവും ഇഴചേർന്ന കഥ തന്നെയുണ്ട് സാലിഹയുടെ ഈ നേട്ടത്തിനു പിന്നിൽ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സാലിഹ കായിക രംഗത്തേക്ക് കടന്നുവരുന്നത്.
സ്കൂൾ പഠന കാലയളവിൽ നടത്തിയിരുന്ന എല്ലാ കായിക ഇനങ്ങളിലും വാശിയോടെ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ സാലിഹയ്ക്ക് വോളിബോൾ, കബഡി, ബാസ്കറ്റ്ബോൾ തുടങ്ങിയവയായിരുന്നു ഇഷ്ടപ്പെട്ട ഇനങ്ങൾ. +2 ശേഷമായിരുന്നു റെസ്ലിംഗ്, ഗ്രാപ്ലിംഗ് തുടങ്ങിയ മാർഷൽ ആർട്സിന്റെ ഭാഗമായ വ്യക്തിഗത ഗെയിംസ് ഇനങ്ങളിലേക്ക് തിരിഞ്ഞത്. അതിന് വഴി തെളിച്ചത് കളരി പരിശീലകൻ കൂടിയായ പിതാവ് ജലീലും. ആയോധന കലകളുടെ പ്രാഥമിക പാഠങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ ജലീൽ മകൾക്ക് പകർന്നു നൽകിയിരുന്നു. ചേച്ചിയുടെ പാത പിന്തുടർന്ന് അനിയത്തി സ്വാതികയും പരിശീലനത്തിൽ കൂടിയതോടെ ആവേശം ഇരട്ടിച്ചു. ഇരിങ്ങാലക്കുട ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിനിയായ സ്വാതികയുടെ സ്കൂളിൽ നടന്ന ഗ്രാപ്ലിംഗ് കോച്ചിംഗ് ക്യാമ്പിൽ നിന്നാണ് സാലിഹ ഇതിലേക്ക് കൂടുതൽ ആകൃഷ്ടയാകുന്നത്. ഇരിങ്ങാലക്കുട വല്ലക്കുന്നിലെ പരിശീലകനായ അജിത്തിന് കീഴിൽ മാർഷൽ ആർട്സ് പഠിക്കാൻ പ്രേരണയായതും അനിയത്തിയാണ്. പിന്നീട് തുടർ പഠനത്തിനായി കുന്നംകുളം എരുമപ്പെട്ടിയിലെ പരിശീലന കേന്ദ്രത്തിൽ ചേർന്നു. വിഷ്ണു, റിജി, അജി എന്നിവരാണ് ഇപ്പോഴത്തെ പരിശീലകർ. കോഴിക്കോട് നടന്ന സംസ്ഥാനതല ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിലും മധ്യപ്രദേശിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലും ബ്രോൺസ് മെഡൽ സ്വന്തമാക്കിയ സാലിഹ കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന സംസ്ഥാനതല ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണ്ണ മെഡൽ നേട്ടവും കൈവരിച്ചു. അങ്ങനെ ചെറുതും വലുതുമായ മത്സരങ്ങളിൽ നിരവധി മെഡലുകൾ സാലിഹയെ തേടിയെത്തി. കഴിഞ്ഞ വർഷം ഹരിയാനയിൽ നടന്ന GFI ഗ്രാപ്ലിംഗ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ 2 വെള്ളി മെഡലും നേടിയതോടെ സാലിഹ എന്ന കായിക പ്രതിഭയുടെ തിളക്കമേറി. പെൺകുട്ടികൾ കടന്നുവരാൻ മടിക്കുന്ന ഗ്രാപ്ലിംഗ് പോലുള്ള ഗെയിംസ് ഇനങ്ങളിൽ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് സാലിഹയ്ക്ക് കരുത്ത് പകരുന്നത്. UP-ൽ വെച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഗ്രാപ്ലിംഗ് ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കി. ചെറുപ്പം തൊട്ടേ സ്പോർട്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഈ വോളിബോൾ, കബഡി പോലത്തെ ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചായിട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഇൻഡിവിജ്വലായിട്ടുള്ള ഗെയിംസിനോട് താല്പര്യം. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഗെയിംസ് ചെയ്യുന്നുണ്ട്. പെങ്കേക്സിനകത്ത് ഗ്രാപ്ലിംഗ്, റെസ്ലിംഗ് പോലത്തെ ഗെയിംസൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ടേ, ഞാൻ 4ാം ക്ലാസ് തൊട്ട് ഓട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കബഡി, വോളിബോൾ, അങ്ങനെ ഓരോരോ ഗെയിംസിൽ കയറി. പിന്നെ ഇൻഡിവിജ്വലായി. പൊതുവേ ആൾക്കാർ കുറവാണ് കയറല്. പിന്നെ നമ്മൾ ഫാമിലി സപ്പോർട്ടും പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കയറി വരാനായിട്ട് നല്ലതായിരിക്കും. ഭാവിയിൽ പ്രതിരോധ സേനയിൽ അംഗമാകണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന സാലിഹ ജമ്മു കാശ്മീരിൽ നടക്കാനിരിക്കുന്ന അടുത്ത ദേശീയ ചാമ്പ്യൻഷിപ്പിലെ മെഡൽ പ്രതീക്ഷയിലാണ്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 200 മീറ്റർ സിന്തറ്റിക് ട്രാക്കിന്റെയും സെവൻസ് ഫുട്ബോൾ ടർഫിന്റെയും ഉദ്ഘാടനം മാർച്ച് 8 നടത്താൻ തീരുമാനമായി. പരിപാടിയുടെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജുള അരുണൻ അധ്യക്ഷയായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ CS മണികണ്ഠൻ, റസീന ഖാലിദ്, PV സെന്തിൽകുമാർ, ഐഷ ബി ജബ്ബാർ, നികിത P രാധാകൃഷ്ണൻ, ഗ്രീഷ്മ സുഖിലേഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KB ഹംസ, PC ജയപാലൻ, CS മണി, KA കബീർ, ലാലോണുങ്ങൾ എന്നിവർ സംസാരിച്ചു. മുഖ്യരക്ഷാധികാരികളായി CC മുകുന്ദൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് എന്നിവരെ തിരഞ്ഞെടുത്തു. ചെയർമാനായി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജുള അരുണൻ, ജനറൽ കൺവീനറായി PTA പ്രസിഡന്റ് UK ഗോപാലൻ, കൺവീനറായി പ്രിൻസിപ്പൽ MS സ്മിത, ട്രഷററായി പ്രധാനാധ്യാപിക ഷെരീഫ എന്നിവരെ തിരഞ്ഞെടുത്തു. എടമുട്ടം ശ്രീ പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതിവേലയോടനുബന്ധിച്ച് പറയെടുപ്പ് ക്ഷേത്ര നടപ്പുരയിൽ നടന്നു. ക്ഷേത്രം മേൽശാന്തി പ്രദോഷ് ശങ്കർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
അശ്വതിവേല ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രാകേഷ് ഊണുങ്ങൽ, സെക്രട്ടറി മിഥുൻ, ജോയിന്റ് ട്രഷറർ അനൂപ് തൊട്ടാരത്ത്, വൈസ് പ്രസിഡന്റ് പ്രതീഷ് ശർക്കര, ജോയിന്റ് സെക്രട്ടറി സുമേഷ്, ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ സുമിത്രൻ തോട്ടാരത്ത്, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ പ്രകാശൻ കിഴക്കേപ്പുരയ്ക്കൽ, മനോജ് കൂടക്കര, ശ്യാമള ദേവി കിഴക്കേടത്ത്, ബാലൻ നായർ, സുജിത്ത് കിളിയന്ത്ര എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് രാവണവധം പാവക്കൂത്ത് നടന്നു. തിങ്കളാഴ്ച അശ്വതിവേല ദിവസം ഉച്ചതിരിഞ്ഞ് 4-ന് നടക്കുന്ന കാഴ്ചശീവേലിക്ക് 5 ആനകളുടെ അകമ്പടിയോടുകൂടി പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പെരുവനം കുട്ടന്മാരാർ മേളമൊരുക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക 2ാം വാർഡ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. KPCC വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. അവരുപയോഗിക്കുന്ന ലെഗസി എന്ന് പറയുന്നത് അത് ഗാന്ധിയുടെ ലെഗസിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഗാന്ധിയുടെ ലെഗസിക്ക്, ഗാന്ധിയുടെ പാരമ്പര്യത്തിന് മാത്രമേ ലോകത്ത് എല്ലായിടത്തും അംഗീകാരം ലഭിക്കൂ എന്ന് ഇന്ത്യയുടെ ഭരണത്തലപ്പത്തിരിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഗാന്ധിയെ തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട്, പ്രത്യയശാസ്ത്രപരമായിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഗാന്ധിക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ, ഗാന്ധിയൻ മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞു എന്ന് വരാം. കാരണം കോൺഗ്രസിനെതിരായിട്ട് പറയണമെങ്കിൽ ഗാന്ധിക്കെതിരായിട്ട് കൂടി പറയുക എന്നത് സ്വാഭാവികം മാത്രമാണ്. കാരണം മഹാത്മജിയുടെ, ബാപ്പുജിയുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രസ്ഥാനത്തെ ആക്രമിക്കണമെങ്കിൽ അവർക്ക് ബാപ്പുജിയെ ആക്രമിക്കണം, അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള മൂല്യങ്ങളെ ആക്രമിക്കണം, അതിനെ ഇകഴ്ത്തി കാണിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അവർ ശ്രമിക്കും. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. KPCC മെമ്പർ MK അബ്ദുൽ സലാം മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. മഹാത്മാഗാന്ധി കണ്ട ഇന്ത്യ എന്ന വിഷയത്തിൽ PL ജോമി ക്ലാസ് എടുത്തു. കോൺഗ്രസ് 2ാം വാർഡ് പ്രസിഡന്റ് UB മണികണ്ഠൻ അധ്യക്ഷനായി. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ TV ഷൈൻ, AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, KR ദാസൻ, PC ജയപാലൻ, AK പത്മപ്രഭ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ P ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച P ജയചന്ദ്രൻ ജന്മദിനം അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് ആഘോഷിച്ചു. ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷനായ ചടങ്ങ് ചലച്ചിത്ര ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. P ജയചന്ദ്രൻ ഫൗണ്ടേഷൻ ഈ പരിപാടി സാന്ത്വനത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച നല്ല മനസ്സുകളോട് ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ കുട്ടികൾ ഇത്തരം പരിപാടികൾ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളും കൂടിയിട്ടാണ് ഞാൻ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും മറന്നു പോകുന്ന ആളാണ്. നമ്മുടെ ചിന്ത മുഴുവൻ നമ്മുടെ ബാങ്ക് ബാലൻസിനെ കുറിച്ച് മാത്രമായൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മൾ നല്ല അയൽക്കാരന്മാരല്ല പലരും. പ്രത്യേകിച്ച് വീണ് കിടക്കുന്നവനെ കൈപ്പിടിച്ച് ഉയർത്തുന്നതാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലം തന്നെയാണ്. അവിടെ നല്ല മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന അന്തിക്കാട്ടെ ഈ സാന്ത്വനം ചാരിറ്റബിളൊക്കെ ഉണ്ടാക്കാൻ മനസ്സ് കാണിച്ച വലിയ മനുഷ്യരുണ്ടല്ലോ, വലിയ മനസ്സുണ്ടല്ലോ, അവരെ മുന്നിൽ നമിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇത്ര നല്ല മനുഷ്യർക്കാണ് ഒന്ന് തിരിഞ്ഞു നോക്കുക, മറ്റുള്ളവരെ വീണ് കിടക്കുന്നവരെ, അതുപോലെ ജീവിതകാലം മുഴുവൻ കഷ്ടത അനുഭവിക്കുന്നവരെ നമുക്ക് പലപ്പോഴും എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും, ചന്തേങ്ങാം നിറവില്ലേലും ചന്താമര കണ്ടില്ലേലും, മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും, എന്നാലെന്തേ കുഞ്ഞിപ്പെണ്ണെ നിന്നെ കാണാൻ ചന്തം തോന്നും, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ആണൊരുത്തൻ വന്നില്ലല്ലോ. സീരിയൽ നടൻ ഷൈജൻ ശ്രീവത്സം മുഖ്യാതിഥിയായി. മണപ്പുറത്തെ മുതിർന്ന സംഗീതാധ്യാപിക കമലാഭായ് ടീച്ചർക്ക് ആദരം സമർപ്പിച്ചു. ഷാജി സാന്ത്വനം, സന്തോഷ് കോലോത്ത്, ജയചന്ദ്രൻ മാസ്റ്റർ, പ്രീതി പ്രേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പിറന്നാൾ സദ്യയും ഫൗണ്ടേഷൻ ഗായകർ അവതരിപ്പിച്ച ഗാനവിരുന്നും അരങ്ങേറി.
കയ്പമംഗലം ചളിങ്ങാട് നുസ്രത്തുൽ അനാം ചാരിറ്റബിൾ ട്രസ്റ്റ് റമലാൻ മാസത്തിൽ 29 വർഷമായി നൽകിവരുന്ന ജീരകക്കഞ്ഞി വിതരണത്തിന് തുടക്കമായി. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ് ഇമാം മുഹ്യുദ്ദീൻ കുട്ടി മുസ്ലിയാർ പെരുമറ്റം പ്രാർത്ഥന നിർവഹിച്ചു. നുസ്രത്തുൽ അനാം കമ്മിറ്റി പ്രസിഡന്റ് PMA ജബ്ബാർ, ജനറൽ സെക്രട്ടറി ഖാദർ ചൂലുകാരൻ, ഭാരവാഹികളായ അബൂബക്കർ കരപ്പംവീട്ടിൽ, ഹൈദരലി തട്ടാർക്കുഴി, ഹനീഫ പുതിയ വീട്ടിൽ, അബൂബക്കർ പുതിയ വീട്ടിൽ, ഉസ്മാൻ ഹാജി, അബൂബക്കർ ഹാജി, അബ്ദുല്ലു കൊറ്റായി പറമ്പിൽ, ഷമീർ സയ്യിദ് മുഹമ്മദ്, യൂസഫ് ഹാജി, മെഹബൂബ് നേത്ര, ഹുസൈൻ ബുറാഖ്, നജീബ് എക്സൽ, ഇബ്രാഹിം കുട്ടി, ഹനീഫ ഇസ്ഹാഖ്, മനാഫ് എന്നിവർ പങ്കെടുത്തു. ചൂലൂർ സാന്ത്വനം ചാരിറ്റിയുടെ നേതൃത്വത്തിൽ റമലാൻ 1 മുതൽ നടത്തിവരാറുള്ള സമൂഹ ജീരകക്കഞ്ഞി വിതരണം ആരംഭിച്ചു. തൻവീറുൽ ഇസ്ലാം മദ്രസ സദർ മുഅലിം ജാബിർ ബാഖവി പ്രാർത്ഥന നടത്തി. സാന്ത്വനം സെക്രട്ടറിയും ചൂലൂർ മഹല്ല വൈസ് പ്രസിഡന്റ് ഷാജി കണ്ണങ്കില്ലത്ത് ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് വലിയകത്ത്, നാസർ കോടഞ്ചേരി, PM ഇസ്മായിൽ, VB ഇസ്മായിൽ, നൂറുദ്ദീൻ പള്ളിപ്പറമ്പിൽ, PM റഷീദ, CB അബ്ദുൽ സലാം, MK അക്ബർ എന്നിവർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി ജനകീയാസൂത്രണ പദ്ധതികൾ ഉൾപ്പെടുത്തി മണലൂർ പഞ്ചായത്തിൽ ബയോബിൻ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മരിയ ജിൻസി, കവിത, ജനപ്രതിനിധികളായ ധർമ്മൻ, നിർവഹണ ഉദ്യോഗസ്ഥരായ ജിഷ മുഹമ്മദ്, കാവ്യ ഗോപിനാഥ്, നിരുപമ എന്നിവർ പങ്കെടുത്തു. 230 ബിന്നുകളാണ് വിതരണത്തിനെത്തിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 630 ബയോബിന്നുകൾ വിതരണം ചെയ്തിരുന്നു. ജൈവമാലിന്യ സംസ്കരണത്തിൽ ഊന്നൽ നൽകുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഏകദേശം ഒരു 1420 രൂപ വിലയുള്ള അടുക്കള വേസ്റ്റ് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് നമ്മൾ ഇവിടെ ഇന്ന് വകയിരുത്തിയിട്ടുള്ളത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ചുറ്റുപാടുമുള്ള പരിസര പ്രദേശങ്ങൾ മലിനപ്പെടുത്താതെ നമ്മൾക്ക് എങ്ങനെ ജീവിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു മാലിന്യ സംസ്കരണ ഉപാധിയായിട്ടാണ് ഈ നമ്മളുടെ മണലൂർ മണ്ഡലം 13ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. KPCC വക്താവ് അഡ്വക്കേറ്റ് VR അനൂപ് ഉദ്ഘാടനം ചെയ്തു. പഴയകാല കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിച്ചു. നിരവധി കലാകായിക രംഗത്തുള്ള പ്രതിഭകളെ ആദരിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് പള്ളിക്കുന്നത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ, റോബിൻ വടക്കേത്തല, ബീന സേവ്യർ, വാസു വളാഞ്ചേരി, സെൽജി ഷാജു, ടോളി വിനീഷ്, പുഷ്പ വിശ്വംഭരൻ, സ്റ്റീഫൻ നീലങ്കാവിൽ, തോമസ് പള്ളിക്കുന്നത്ത്, സണ്ണി ആലുക്ക എന്നിവർ സംസാരിച്ചു. മതം പ്രചരിപ്പിക്കാൻ കഴിയുന്നത്, മതം പ്രബോധനം നടത്താൻ കഴിയുന്നത്, അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളൊരു ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത്, അതിൻ്റെയൊക്കെ കാരണം, അതൊക്കെ സാധ്യമാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഭരണഘടന നിർമ്മിച്ച മഹത്തായ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ച ഇന്ത്യക്ക് തന്നെ രൂപം കൊടുത്ത ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളാണ് ഞാനും നിങ്ങളുമെന്ന് ആരെക്കാളും അഭിമാന ബോധത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരി മിത്ര മരണാനന്തര ധനസഹായ വിതരണം സംഘടിപ്പിച്ചു. മരണപ്പെട്ട മണലൂരിലെ വ്യാപാരി പള്ളിക്കുന്നത്ത് ഫ്രാൻസിസിന്റെ വീട്ടുകാർക്കാണ് സഹായം നൽകിയത്. ഭാര്യ കൊച്ചു ത്രേസ്യ മരണാനന്തര ധനസഹായമായ 5 ലക്ഷം രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങി. ജില്ലാ സെക്രട്ടറി മിൽട്ടൺ J തലക്കോട്ടൂർ ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി KL ജോസ്, KA മണികണ്ഠൻ, തോമസ് ഫ്രാൻസിസ്, KV ഡേവിസ്, CK ഷാജു, CR വാസുദേവൻ, KG സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരി മിത്ര പദ്ധതി പ്രകാരം ഇതിനകം 28 മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബങ്ങൾക്കായി 1,40,00,000 രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇടവേള.
Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വീണ്ടും വാർത്തകളിലേക്ക്. മഹിളാ കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളിയിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും ഖാദി ബോർഡിൽ നിന്ന് വിരമിച്ച കളവൂർ ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുഗന്ധിനി ഗിരീഷ്, പ്രിൻസി സുരേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ CN സുരജ, ഷെഫീന, ഷെബീർ അലി, സുജാത ഹരി, കുമാരി സുരേഷ്, മണലൂർ മണ്ഡലം പ്രസിഡന്റ് പുഷ്പ വിശ്വംഭരൻ, സബീന റാഫി, സീമ സുനിൽ, ശൈല പീതാംബരൻ, സക്കീന ശംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ ഏത്തായ് ചാണശ്ശേരി മൂലസ്ഥാന ശ്രീ രുധിര മഹാദേവി വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവവും തിറവെള്ളാട്ട മഹോത്സവവും ഭക്തി നിർഭരമായി. ശനിയാഴ്ച രാവിലെ ഗണപതി ഹവനം, കലശാഭിഷേകം, മധ്യാഹ്ന പൂജ, ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും നടത്തി. വൈകിട്ട് ഗുരുമുത്തപ്പന് കളമെഴുതിപ്പാട്ട്, ദീപാരാധന, ചുറ്റുവിളക്ക്, പ്രസാദശുദ്ധി, അത്താഴപൂജ എന്നിവയും ഉണ്ടായി. രാത്രി 7 മണിക്ക് സംഗീത സന്ധ്യയും തുടർന്ന് വീരഭദ്രസ്വാമിക്ക് കളമെഴുത്തുപാട്ടും നടന്നു. ഉത്സവ ദിവസമായ ഞായറാഴ്ച രാവിലെ പള്ളി ഉണർത്തൽ, നിർമ്മല ദർശനം, വാഗച്ചാർത്ത്, മഹാഗണപതി ഹവനം, തുടർന്ന് ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശപൂജ, കലശാഭിഷേകം, എഴുന്നള്ളിപ്പ്, ശ്രീ രുധിര മഹാദേവിക്ക് കളംപാട്ട് എന്നിവ നടത്തി. വൈകിട്ട് 3 മണി മുതൽ ഗജവീരന്റെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. തുടർന്ന് ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന, സമൂഹാരാധന, കേളി, കൊമ്പ്, പറ്റ്, വർണ്ണമഴ എന്നിവയും നടത്തി. രാത്രി 8 മണിക്ക് ശേഷം തായമ്പക വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, തിറവെള്ളാട്ട്, എഴുന്നള്ളിപ്പ്, പാന, പൂരം എഴുന്നള്ളിപ്പിന് ശേഷം ഗുരുതി തർപ്പണം, മംഗളപൂജ എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ചിന്ത്രാപ്പനി ഹയർ സെക്കൻഡറി ലോവർ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 16ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിബീഷ് ബാബു അധ്യക്ഷനായി. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. നല്ല രീതിയിൽ നല്ല സഹകരണത്തോടെ ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നത്. കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുകയും പാരൻസിൻ്റെ നല്ല സപ്പോർട്ടും ഉണ്ടാകണം.
എൻ്റെ മകൻ എൻ്റെ മകള് അവരൊക്കെ എങ്ങനെ വളരണം എന്ന് തീരുമാനിക്കേണ്ടതൊക്കെ നമ്മുടെ അച്ഛനമ്മമാരും ഉത്തരവാദിത്വം പാരൻസിനാണ്. കുട്ടികളെ സ്കൂളിൽ വിട്ടാൽ നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നല്ല ധരിക്കേണ്ടത്. എങ്ങനെയാണോ കുട്ടികൾ പഠിക്കുന്നത്, എങ്ങനെ പോകുന്നു, എന്ത് തരത്തിൽ പഠിക്കുന്നു, അത് നമ്മൾ തിരിച്ചറിയുകയും അവരെ ഒപ്പം നിന്ന് അവരെ വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്ത് നല്ല മനുഷ്യരായിട്ട് തീർക്കാൻ നമ്മളാണ് പരിശ്രമിക്കേണ്ടത്. ഈ സമൂഹത്തിൻ്റെ വളരെ മോശമായൊരു കാലഘട്ടമായതുകൊണ്ട് എവിടേക്ക് തിരിയുന്നു, എന്തൊക്കെയാണ് ഒരു ചെയ്തികൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പരിപൂർണമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. പഴയ കാലമല്ല, ഇന്ന് വളരെ പുരോഗമനങ്ങളും ഈ ന്യൂജൻ എന്ന് പറയുന്ന രീതിയിൽ ഒക്കെ മാറി, ടെക്നോളജി മാറി, കമ്പ്യൂട്ടറൈസ്. സ്റ്റാഫ് സെക്രട്ടറി ടി വി ഹരിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രധാനാധ്യാപിക അർച്ചന സുനിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, കുമാരമംഗലം ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പ്രമീത പ്രമോദ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ പി കെ ശ്രീജിഷ്, ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ, LP വിഭാഗം അഡ്മിനിസ്ട്രേറ്റർ പി കെ മജീദ്, ഡെപ്യൂട്ടി HM പി എസ് സിജിമോൾ, MPTA പ്രസിഡന്റ് ശ്രീജ രാജേഷ്, പ്രോഗ്രാം കൺവീനർ ഹിത ഹർഷൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രതിഭാ പുരസ്കാര വിതരണവും വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച അധ്യാപകർക്കുള്ള അനുമോദനവും നടത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പെരിങ്ങോട്ടുകര എരഞ്ഞെഴുത്ത് മംഗലത്ത് മഠം ശ്രീ വിഷ്ണുമായ ദേവി ക്ഷേത്രത്തിൽ തിറവെള്ളാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ വലിയച്ഛന്മാരുടെ കളത്തിൽ നൃത്തം, കുട്ടിച്ചാത്തന്മാർക്ക് ഗുരുതി രൂപക്കളം ആരംഭം എന്നിവ നടന്നു. തുടർന്ന് ഉച്ചയ്ക്ക് വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളത്തിൽ നൃത്തം, വൈകിട്ട് വിഷ്ണുമായ സ്വാമിയെ ശ്രീകോവിലിലേക്ക് തിരിച്ച് എഴുന്നള്ളിപ്പോടെ തിറവെള്ളാട്ട് മഹോത്സവത്തിന് സമാപനം കുറിച്ചു. ക്ഷേത്ര മഠാധിപതി EK വിജയൻ, ആവണങ്ങാട്ടിൽ കളരി വെളിച്ചപ്പാട് EV വിഷ്ണു എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വടനപ്പള്ളി ആനവളവ് വടക്കൻ വേൽമുരുകൻ ആദി ഗുരുമുത്തപ്പൻ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്ര മഹോത്സവവും അഷ്ടനാഗക്കള തോറ്റമാട്ട മഹോത്സവവും ഭക്തിസാന്ദ്രമായി. വ്യാഴാഴ്ച രാവിലെ നട തുറക്കൽ, ഗണപതി ഹോമം, നാഗങ്ങൾക്ക് ബ്രഹ്മകലശം, കുമാരകലശ പൂജ എന്നിവ നടത്തി. വൈകിട്ട് അഷ്ടനാഗക്കളം ദീപാരാധന, തുടർന്ന് അത്താഴപൂജയുമുണ്ടായി. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, ഭഗവത് സേവ, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, വീരഭദ്രനും മുത്തപ്പന്മാർക്കും പത്മകളവും, തുടർന്ന് വിഷ്ണുമായ സ്വാമിക്കും വിശേഷാൽ പൂജകളും നടത്തി. വൈകിട്ട് ഭദ്രകാളി ദേവിക്ക് രൂപക്കളം, തുടർന്ന് പുറത്തേക്ക് എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം, ഭഗവത് സേവ, വൈകിട്ട് നടത്തിയ ദീപാരാധനയ്ക്ക് ശേഷം കലാസന്ധ്യയും നടത്തി. ഉത്സവ ദിവസമായ ഞായറാഴ്ച പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉപദേവ കലശം എന്നിവ നടത്തി. തുടർന്ന് നാദസ്വരം, പഞ്ചവാദ്യ ആഘോഷങ്ങളോടെയുള്ള എഴുന്നള്ളിപ്പും നടന്നു. രാവിലെ വടാനപ്പള്ളി ക്ഷേത്ര സന്നിധിയിൽ നിന്നും പീലിക്കാവടി, ചിന്തുപാട്ട്, താലം എന്നിവയുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു.
വൈകിട്ട് വാടാനപ്പള്ളി കടപ്പുറം ശ്രീ വയൽദേവി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരൻ, താലം, വാദ്യം, ശിങ്കാരിമേളം, തമ്പോലം എന്നിവയുടെ അകമ്പടിയോടെ നടത്തിയ എഴുന്നള്ളിപ്പ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. രാത്രി നിറമാല, ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം വർണ്ണമഴ, കേളി, പറ്റ്, തായമ്പക എന്നിവയും പുലർച്ചെ വടക്കും വാതുക്കൽ കർമ്മം, പൂത്താലത്തോടു കൂടിയ എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് വടക്കൻ അഭിലാഷ് തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. CPI വലപ്പാട് ബസാർ ബ്രാഞ്ച് സമ്മേളനത്തോടനുബന്ധിച്ച് നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. CK ബിജോയ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. VC കിഷോർ അധ്യക്ഷനായി. CPI മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, CK കുട്ടൻ മാസ്റ്റർ, VR മോഹൻദാസ്, രാജൻ പട്ടാട്ട്, വസന്ത ദേവലാൽ, സീന കണ്ണൻ, ഹരിദാസ് പനക്കൽ, KS ഉണ്ണികൃഷ്ണൻ, നയനം I+ ഉടമ ശ്രീരാഗ് എന്നിവർ സംസാരിച്ചു. തല്ലി കൊമ്പുകോർക്കുകയാണ്, പരസ്പരം ഒറ്റപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കമുള്ള മതന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് നിന്ന് മാറ്റി പാർപ്പിക്കണം അല്ലെങ്കിൽ തുരത്തണം എന്നുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത് അവരുടെ കാഴ്ചയുടെ പ്രശ്നമാണ്, അവരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ സമയത്ത് മനസ്സിന്റെ കാഴ്ചപ്പാട്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ 15-12 വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് തന്നെ വയൽ നികത്തുന്നത് BJP പ്രവർത്തകർ തടഞ്ഞു. റോഡ് പണിയുടെ മറവിൽ റോഡിൽ നിന്നെടുക്കുന്ന മണ്ണും ചരലുമാണ് തളിക്കുളം പ്ലേയേഴ്സ് ഗ്രൗണ്ട്, പുനരധിവാസ കോളനി എന്നീ വയലുകൾ നികത്തുന്നത്. മഴക്കാലത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു പ്രദേശമാണ് അപ്പു മാസ്റ്റർ റിംഗ് റോഡ്. അവിടെയാണ് പഞ്ചായത്തിന്റെ ഒത്താശയോടെ വയൽ നികത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഭഗേഷ് പൂരാടന്റെ നേതൃത്വത്തിൽ വയലിൽ BJPയുടെ കൊടി കുത്തുകയും ചെയ്തു. റോഡ് പണിയുടെ മറവിൽ വയൽ നികത്തുന്ന അഴിമതി അവസാനിപ്പിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജി ആലുങ്ങൽ, ബെന്നി അറയ്ക്കൽ, BJP നേതാക്കളായ പ്രേംദാസ് പുളിക്കൽ, ബിജോയ് പുളിയപ്ര, മഹേഷ്, തിലകൻ മാഷ്, റിനേഷ് പട്ടാലി എന്നിവർ പങ്കെടുത്തു. ഇതൊരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വന്തം വാർഡിൽ വേറൊരു മെമ്പറുടെ നേതൃത്വത്തിലാണ് ഈ വയൽ നികത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഷക്കാലത്ത് വലിയ വെള്ളക്കെട്ടിനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രദേശത്തുള്ള പല തോടുകളും പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് മൂടിയിട്ടുള്ളത്. നമ്മൾക്ക് ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വയൽ നികത്തുന്ന മാഫിയയുമായി ഈ പഞ്ചായത്തിന് അവിഹിത ബന്ധമുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ വ്യാപകമായി വയൽ നികത്താൻ പഞ്ചായത്ത് അനുമതി കൊടുക്കുന്നു. വാടാനപ്പള്ളി കർഷക കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വാടാനപ്പള്ളി കർഷക കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഭരണ നേതൃത്വത്തിന്റെ അഴിമതി മൂലമുണ്ടായ ഭരണസ്തംഭനം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാടാനപ്പള്ളി, തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി കർഷക സഹകരണ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവർക്ക് നിക്ഷേപം തിരിച്ചു നൽകുക, സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ ജോലി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, സ്ഥാപനത്തിലെ മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ CI സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്യുക, സഹകരണ മേഖല ശക്തിപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തിയ പ്രതിഷേധ മാർച്ച് CPIM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളിയിലെ
ഈ കർഷക സഹകരണ സൊസൈറ്റി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിക്ഷേപകരെ സംബന്ധിച്ചിപ്പോൾ നിക്ഷേപകർക്ക് അവർ നിക്ഷേപിച്ച ഡെപ്പോസിറ്റുകൾ തിരിച്ചു ലഭിക്കുന്നില്ല. പണമടച്ച് കുറി വിളിച്ച ആളുകൾക്ക് കുറിയുടെ സംഖ്യ ലഭിക്കുന്നില്ല. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ബാങ്കിങ് ഓപ്പറേഷനുകളും ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ബാങ്കിനകത്ത്, ഈ സ്ഥാപനത്തിനകത്ത് നടക്കുന്നില്ല. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാപനം എന്ന നിലയിൽ ആ സ്ഥാപനത്തിന് പ്രവർത്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചുമതലകൾ ഒന്നും തന്നെ നിർവഹിക്കാനാവാതെ ഒരു നോക്കുകുത്തിയായി ഈ വാടാനപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘം മാറുക എന്ന് പറഞ്ഞാൽ അത് കെടുകാര്യസ്ഥതയുടെ ഒന്നാമത്തെ ഉദാഹരണമാണ്. CPIM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം KC പ്രസാദ്, വാടാനപ്പള്ളി ലോക്കൽ സെക്രട്ടറി VA ഷാജുദ്ദീൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VR ഷിജിത്ത്, CM നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ പന്നിപ്പുലത്ത് ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹവനം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, വൈകിട്ട് 3 ആനകളോടുകൂടി പൂരം എഴുന്നള്ളിപ്പ്, ദീപാരാധന, രാത്രി നാടകം, തുടർന്ന് തായമ്പക, കൊമ്പ്, കേളി, പറ്റ്, പുലർച്ചെ എഴുന്നള്ളിപ്പും നടന്നു. ചിറക്കൽ ശബരിനാഥ് ഭഗവതിയുടെ തിടമ്പേറ്റി. ക്ഷേത്രം തന്ത്രി കൊടുങ്ങല്ലൂർ നടുമുറി ബാബുശാന്തി, ക്ഷേത്രം മേൽശാന്തി ജിനേഷ് താണിയകത്ത് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് PG സിദ്ധാർത്ഥൻ, സെക്രട്ടറി PK സുരേഷ് ബാബു, ട്രഷറർ PS ജഗദീശൻ, വൈസ് പ്രസിഡന്റ് PB സതീശൻ എന്നിവർ നേതൃത്വം നൽകി. കണ്ടശങ്കടവ് വെണ്ണയ്ക്കൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവം ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം സുബ്രഹ്മണ്യ സ്വാമിക്ക് പാനക പൂജ, ചിന്തുപാട്ട്, നൃത്തം എന്നിവ നടത്തി. ഞായറാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, പഞ്ചഗവ്യം, നവകം, കലശാഭിഷേകം, ഉഷപൂജ, ഉച്ചപൂജയുമുണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഉണ്ണികൃഷ്ണൻ ശാന്തി ചെമ്പോലപ്പുറത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം അഞ്ജനമണിനാഗത്തിന് കളം, വൈകിട്ട് ദീപാരാധന, കരിനാഗത്തിന് കളം, അത്താഴപൂജ, ഭൂതക്കളം എഴുന്നള്ളിപ്പ്, ഭൂതത്തെ ഒഴുക്കൽ എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. KSKTU നാട്ടിക ഏരിയ വനിതാ കൺവെൻഷൻ നടന്നു. വലപ്പാട് ഏങ്ങൂർ ഹാളിൽ നടന്ന കൺവെൻഷൻ KSKTU വനിതാ കൺവീനിംഗ് സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു.
പറ്റാത്ത രീതിയിൽ ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിൽ നമ്മൾ പണ്ടൊക്കെ പഠിച്ചപ്പൊക്കെ വായിച്ചിട്ടുണ്ട്. ജാലിയൻവാല ഇതൊക്കെ കൂട്ടക്കൊലയാണ് എന്ന് പറഞ്ഞ പോലെ തിങ്ങി ഞെരുങ്ങി അവരെ കൊണ്ടൊന്ന് ഇറക്കി വിടുന്നത് നമ്മൾ കണ്ടു. നമുക്ക് ടി വിയിലൊക്കെ കണ്ടപ്പോൾ പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പിന്നെ ആലോചിക്കുമ്പോൾ ആകെ ഒരു ഇത് എന്ന് വെച്ചാൽ അവരെ കൊന്നു കളഞ്ഞില്ലല്ലോ, ഇങ്ങോട്ട് എത്തിച്ചല്ലോ എന്ന് മാത്രം ഒരു ചെറിയ നേരിയ ഒരു ആശ്വാസം മാത്രം. അപ്പോൾ ആ രീതിയിൽ ചെയ്തപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ ഇന്ത്യക്കാരെ വിട്ടത് ശരിയായില്ല എന്നൊരു വാക്ക് പോലും നമ്മളെ പോലെയുള്ള സാധാരണക്കാർ പോലും വിലപിക്കുന്ന. KSKTU ഏരിയ ജോയിന്റ് കൺവീനർ സുനിത മുത്തുരാജ് അധ്യക്ഷയായി. KSKTU ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ, ഏരിയ സെക്രട്ടറി KS ഷനിത്, ഏരിയ കൺവീനർ സ്മിന ശൈലേഷ് എന്നിവർ സംസാരിച്ചു. കൺവെൻഷന് മുൻപായി സമ്മേളന പ്രതിനിധികളുടെ തിരുവാതിരക്കളിയും അരങ്ങേറി. പുത്തൻപീടിക തണ്ടാശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും കളമെഴുത്തുപാട്ടും മാർച്ച് 5, 6, 7 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ക്ഷേത്രഭാരവാഹികളായ പ്രസിഡന്റ് TS അനിൽകുമാർ, സെക്രട്ടറി TS ജയപ്രസാദ്, ജോയിന്റ് സെക്രട്ടറി TR ഷൈൻ, ട്രഷറർ TI മോഹൻദാസ്, കമ്മിറ്റി അംഗം TR രാമകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമം, ഉച്ചപൂജ, തുടർന്ന് കളപ്പുര മുത്തപ്പന് രൂപക്കളം, വൈകിട്ട് ഉപമുത്തപ്പന് കളം, രാത്രി താന്യം നൃതി കലാഗ്രാമം അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ വീരനാട്യം, രാത്രി 9-ന് വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, വ്യാഴാഴ്ച രാവിലെ നട തുറക്കൽ, ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം കരിങ്കുട്ടിക്ക് രൂപക്കളവും, വൈകിട്ട് വീരഭദ്രസ്വാമിക്ക് കളം, പ്രസാദശുദ്ധി, നിറമാല, ചുറ്റുവിളക്ക് എന്നിവ നടത്തും. രാത്രി ആവണങ്ങാട്ടിൽ കളരി, സർവതോഭദ്രം കലാകേന്ദ്രം, മാസ്റ്റർ സൂര്യദേവിന്റെ മദ്ദളകേളി, രാത്രി 9-ന് താലവാദ്യത്തോടുകൂടിയ ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കൽ, തുടർന്ന് ദേവിക്ക് രൂപക്കളവും. വെള്ളിയാഴ്ച പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് രാവിലെ നട തുറക്കൽ, അഭിഷേകം, മലർ നിവേദ്യം, മഹാഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം, രാവിലെ 9-ന് ശേഷം തിരുവാതിരക്കളി, തുടർന്ന് പ്രസാദവൂട്ട്, വൈകിട്ട് 3-ന് കാളകളി, വട്ടമുടി എന്നിവയുടെയും 3 ഗജവീരന്മാരുടെയും അകമ്പടിയോടെ തണ്ടാശ്ശേരി ശശിധരന്റെ വസതിയിൽ നിന്നും എഴുന്നള്ളിപ്പും, 4:30-ന് 51 കലാകാരന്മാർ പങ്കെടുക്കുന്ന നടപ്പുരമേളവും, ശേഷം കൂട്ടി എഴുന്നള്ളിപ്പും നടക്കും. തുടർന്ന് വർണ്ണമഴ, രാത്രി 8-ന് കൊച്ചിൻ ടോപ്പ് സ്റ്റാറിന്റെ ഗാനമേള, മിമിക്രി, പുലർച്ചെ വടക്കുംവാതുക്കൽ ഗുരുതി എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. പൈതൃകം ഗുരുവായൂരിന്റെ തീർത്ഥാടന യാത്രാസംഘം തൃക്കുന്നത്ത് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശിച്ചു. തൃക്കുന്നത്ത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അംഗങ്ങളെ തൃക്കുന്നത്തപ്പന്മാരുടെ ഛായാചിത്രം നൽകി സ്വീകരിച്ചു. തീരദേശത്തിനോട് അടുത്ത് കിടക്കുന്ന മണലൂർ പോണല്ലൂർ ദേശത്തെ തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവും പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ തീർത്ഥാടകരോട് വിവരിച്ചു. 108 ശിവാലയങ്ങളിൽ അതിപ്രാധാന്യമുള്ള തൃക്കുന്നത്ത് ക്ഷേത്രത്തിന്റെ വികസനത്തിൽ മുന്നിൽ നിന്ന് നയിച്ച രഞ്ജിത്ത് മുടവങ്ങാട്ടിലിനെ പൈതൃകം രക്ഷാധികാരിയും മുൻ ശബരിമല മേൽശാന്തിയുമായ ശ്രീ വിഷ്ണു നമ്പൂതിരി പൊന്നാടയണിയിച്ച് ആദരിച്ചു. മണലൂർ ഗോപിനാഥ്, പൈതൃകം കോർഡിനേറ്റർ രവി ചങ്കത്ത്, സെക്രട്ടറി മധു കെ നായർ, AK ദിവാകരൻ, കൃഷ്ണനാട്ടമാശാൻ ഉണ്ണികൃഷ്ണൻ, രക്ഷാധികാരി നാരായണൻ നമ്പൂതിരി, രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എന്തായാലും ഇത്തരത്തിൽ നമ്മുടെ സനാതന ധർമ്മങ്ങളെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു യജ്ഞം, അതാണ് ഞാനിതിൽ കൂടെ മനസ്സിലാക്കുന്നത്. കാര്യം നമ്മളുടെ പൈതൃകങ്ങളെ മനസ്സിലാക്കാനും ഭാരതീയ സംസ്കാരം തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരിലേക്ക് പകർത്താനും പൈതൃക ട്രസ്റ്റ് നടത്തുന്ന ഈ ഒരു ഉദ്യമം ഇനിയും വളരെ മുന്നോട്ട് നന്നായി പോകട്ടെ. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ബയോബിൻ വിതരണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ അധ്യക്ഷയായി. ജൈവമാലിന്യങ്ങൾ വലിച്ചെറിയാതെ അത് വളമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് ബയോബിൻ. 1500 രൂപ വില വരുന്ന ബയോബിൻ 90% സബ്സിഡി നിരക്കിൽ 600 ഗുണഭോക്താക്കൾക്കാണ് വിതരണം ചെയ്യുന്നത്. 5 കിലോ ഇനോക്കുലം സൗജന്യമായി വിതരണം ചെയ്തു.
10 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, ഷിജി, സുമന ജോഷി എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് VEO ജിൻസി, രശ്മി എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. കുറച്ചുപേരെങ്കിലും അത് നല്ല രീതിയിലൊക്കെ ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ പോലെ വലിച്ചെറിയുന്നൊരു സംസ്കാരമൊക്കെ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രായമായ അച്ഛനമ്മമാരെന്ന് പറയാ, പണ്ട് നമ്മുടെ തെരുവീതികളിൽ അല്ലെങ്കിൽ റോഡുകളിലൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ എന്തായിരുന്നു ഈ പ്ലാസ്റ്റിക്കുകളുടെയും അല്ലെങ്കിൽ മാലിന്യങ്ങളുടെയും അവസ്ഥ എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും ഈ പ്ലാസ്റ്റിക്കും സഞ്ചികളും കവറുകളൊക്കെ നമ്മുടെ മുഖത്തേക്ക് അടിച്ചു കയറുകയോ അല്ലെങ്കിൽ വാഹനത്തിൽ തടഞ്ഞു വെക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ പണ്ട്? ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് നമുക്ക്. കാരണം എന്താ? ഒരുപാട് മാറ്റങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. കനത്ത ചൂടിൽ പുത്തൻ പീടിക തോന്നിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി വേല ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് സൗജന്യമായി സംഭാരം വിതരണം ചെയ്തു. വർഷങ്ങളായി സൗജന്യമായി നടത്തുന്ന സംഭാര വിതരണം ഈ വർഷവും ഒരുക്കിയത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ 10+ കൂട്ടായ്മയാണ്. താന്യം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആൻഡോ തൊറയൻ സൗജന്യ സംഭാര വിതരണം ഉദ്ഘാടനം നടത്തി. 10+ കൂട്ടായ്മ പ്രസിഡന്റ് ബിമൽ തണ്ടാശ്ശേരി അധ്യക്ഷനായി. സെക്രട്ടറി മണിലാൽ TM, ഭാരവാഹികളായ രാകേഷ് VV, ബിനോയ് തണ്ടാശ്ശേരി, അനീഷ് മേനോൻ, സനോജ് തണ്ടാശ്ശേരി, ഫ്രാങ്കോ തട്ടിൽ മണ്ടി, അനിൽ തണ്ടാശ്ശേരി, പ്രതീഷ് PB, സതീഷ് MN, ആൽവിൻ AV എന്നിവർ നേതൃത്വം നൽകി. കുട്ടമംഗലം നിവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റമലാൻ മാസത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള സൗജന്യ ജീരകക്കഞ്ഞി വിതരണം ആരംഭിച്ചു. റംസാൻ 1 മുതൽ 30 വരെ നടക്കുന്ന ജീരകക്കഞ്ഞി വിതരണം മഹൽ ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് അഹ്സനി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ഭാരവാഹികൾ പങ്കെടുത്തു. വാടാനപ്പള്ളി കുര്യക്കോട് വലിയ കുളങ്ങരക്കാവിൽ മഹാകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും തോറ്റമ്പാട്ട് മഹോത്സവവും സമാപിച്ചു. ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം, കലശാഭിഷേകം, ഉച്ചയ്ക്ക് മുത്തപ്പന്മാർക്ക് രൂപക്കളവുമുണ്ടായി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വാടാനപ്പള്ളി സർഗകലാ അക്കാദമിയിലെ യുവ കലാകാരന്മാർ നയിച്ച മേളവും രാത്രി 9 മണിക്ക് വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും നടത്തി. അരങ്ങേറ്റം കുറിച്ച കുഞ്ഞു പ്രതിഭകളെയും ഗുരുനാഥനായ പള്ളിപ്പുറം വൈശാഖിനെയും ആദരിച്ചു. ചടങ്ങുകൾക്ക് തന്ത്രി വിശ്വേശ്വരാനന്ദ സരസ്വതി സ്വാമികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് സുശീൽ കുമാർ, സെക്രട്ടറി KG രാധാകൃഷ്ണൻ, ട്രഷറർ KK കിരൺ, അംഗങ്ങളായ പ്രജിത്ത്, അക്ഷയ്, മഗീഷ്, മനീഷ്, രാജേഷ്, സുനിൽ കുമാർ, അഖിൽ, ദയാനന്ദൻ, മുരുകാനന്ദൻ, വേണു, ഹരിലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വലപ്പാട് കുരിശുപള്ളി വളവിൽ നിയന്ത്രണം വിട്ട കാർ മറ്റു വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി. ഞായറാഴ്ച രാത്രി 7:30യോടെയാണ് സംഭവം. കോതകുളം ഭാഗത്തു നിന്നും വന്ന സ്വിഫ്റ്റ് കാർ നിയന്ത്രണം വിട്ട് എതിരെ നിന്ന് വരികയായിരുന്ന മറ്റ് 2 കാറുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 3 കാറുകളും ഭാഗികമായി തകർന്നു. ആളപായമുണ്ടായില്ല. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വലപ്പാട് പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. വാണിജ്യം. 4 വർഷമായി വാടാനപ്പള്ളിയിൽ വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫ്യൂച്ചർ മാർച്ച് കേക്ക് മെറ്റീരിയൽ എന്ന സ്ഥാപനത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനം വിപുലമായ രീതിയിൽ വലപ്പാട് കോതകുളത്ത് ആരംഭിച്ചു.
SN റോഡിൽ പുതുതായി നിർമ്മിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കേക്ക് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറുമായ സുൽഫത്ത് ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി, പഞ്ചായത്ത് അംഗം അനിത ത്രിദീപ് കുമാർ, SN റോഡ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി P. പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. കേക്ക് നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും ഡെക്കറേഷൻ ഐറ്റംസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. കൂടാതെ എഡിബിൾ ഫോട്ടോ പ്രിന്റിംഗും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് കേക്ക് മെറ്റീരിയലുകൾ സൗജന്യമായി വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. കേക്കുകൾ ഇവിടെ എല്ലായ്പ്പോഴും ലഭ്യമാണ്. കൂടാതെ ബർത്ത്ഡേ, വെഡ്ഡിംഗ് ആനിവേഴ്സറി കേക്കുകൾ കസ്റ്റമൈസ് ചെയ്തും കൊടുക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9778736262, മറ്റൊരു നമ്പർ 9744924080, 8089886867 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിഭൂതി തിരുനാൾ ആഘോഷിച്ചു. കേരളത്തിലെ വർദ്ധിച്ച ലഹരി ഉപയോഗം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുപോലെ കുറ്റക്കാരെന്ന് സന്ദീപ് വാര്യർ. വാടാനപ്പള്ളി കർഷക കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.